പ്രൈസ് ലോ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനാ നന്ദി തുടങ്ങി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ, അവിടുത്തെ സന്നിധിയോട് തിരുവനന്തപുരമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരമൊരുക്കി വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം, കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം അടിയങ്ങളെ അത്ഭുതമായ അതിശയമായ അവിടുത്തെ വിസ്താരമേറിയ ചിറകിൻ്റെ മറവിൽ താങ്ങി പരിപാലിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഈ പകൽക്കാലം അവിടുത്തെ സന്നിധിയോടടുത്ത് വന്ന കർത്താവെ, തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ഭാഗ്യാവസരം ലഭിക്കാതെ മൺമറഞ്ഞ് മാറ്റപ്പെട്ടപ്പോൾ ദൈവകൃപയിൽ അടിയങ്ങളെ താങ്ങിയ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങളുടെ ദേഹത്തെ ആത്മാവ് സമ്പൂർണ്ണമായ അവിടുത്തെ ഹിതത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന പകൽക്കാലമായി തീരുവാൻ സ്വർഗ്ഗം നിരയാക്കണമേ. അവിടുത്തെ സന്നിലായിരിക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗ്ഗം നിരയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവസനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും കർത്താവ് ഈശ്വരം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ പകൽക്കാലം സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്ന പകൽക്കാലമായി തീരുവാൻ സ്വർഗ്ഗം നിരയാക്കണമേ. അടിയങ്ങൾ വന്നതുപോലെ എല്ലാ കർത്താവ് ഇരട്ടി ബലം പ്രാവശ്യവരായി മടങ്ങുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഒരു പകൽക്കാലം കൂടെ അടിയങ്ങളെ സമർപ്പിക്കുന്നതാ കർത്താവെ. തലവണയിരിക്കുന്ന ഏവർക്കുമായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരും കർത്താവ് ഈശ്വരം അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്ന ഓരോ ഉള്ളങ്ങളുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് ദൈവോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നതാ കർത്താവ്. വരാതെ സ്ഥലങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യാത്രയിലായിരിക്കുന്നവർക്കായി സ്തോത്രം ദൈവരെയും കൂട്ടി വരുത്തണമേ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളോടൊപ്പം കർത്താവ് അവരെ അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായ അധ്യാപകർക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സ്റ്റഡിക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തെ പ്രാരമുള്ള എല്ലാവരും കർത്താവ് കൂട്ടിവരുത്തണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതമല്ലാത്ത ഒരു വ്യക്തിയും കടന്നു വരുവാനുടെ ആഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതമല്ലാത്ത ഒരു ശബ്ദം ഇവിടെ ഉയരുവാനുടെ ആഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നു. അതാ മുഴുമഹത്വം അങ്ങേക്കായി തീരുവാൻ സ്വർഗ്ഗനിടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വീഴ്ചയോ പ്രശംസയോ അല്ല കർത്താവെ, അവിടുത്തെ നാമം അടിയങ്ങൾക്ക് കൂടെ ഉയർത്തപ്പെടുവാൻ സ്വർഗ്ഗനിടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ വിടുതൽ പ്രാവശ്യം അടങ്ങുവാൻ ദൈവങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ആലയവും പരിസര സ്വർഗ്ഗതോന്നുമാരാൽ അവിടുന്ന് കാവൽ ചെയ്യണമേ. തിരുവല്ലാത്ത ഒരു വ്യക്തിയും കടന്നു വരുവാനുടെ ആഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നു. തിരുവല്ലാത്ത ഒരു ശബ്ദവും ഉയരുവാനുടെ ആഗ്രഹത്തെ പ്രാർത്ഥിക്കുന്ന അതാ കർത്താവെ, അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ ക്ഷീണങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. അവിടുത്തെ വചനമായി സൗഖ്യം ബലകൽപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായി കർത്താവെ, അടിയങ്ങളെ ഓർക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരെയും മറക്കണമേ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ വിട്ടുപോകുന്ന രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപയിൽ എല്ലാവരെയും മറക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് അടിയങ്ങളുടെ പ്രാർത്ഥന യാചനഘട്ടനായ സ്തോത്രം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ആളിൻ്റെ പെരുപ്പത്തിലോ ആളിൻ്റെ ചുരുക്കത്തിലോ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ഒരുക്കത്തോടെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ ദൈവത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച്, ദൈവിക ദാനത്തെക്കുറിച്ച്, ദൈവിക വരങ്ങളെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ വിവിധ വരങ്ങളെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. ആ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നതായ ദൈവത്തിൻ്റെ വരങ്ങൾ അല്ലെങ്കിൽ ദൈവിക വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ പറയുവാനിടയിൽ തീർന്നു. അതിലൊന്നാമത്തെ കാര്യമാണ് ദ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ ദ ഗിഫ്റ്റ് ഓഫ് ദ റെവലേഷൻ എന്നതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ എന്നതിനകത്ത് 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവിക ജ്ഞാനം, ദൈവിക പരിജ്ഞാനം, വിവേചനാത്മാവ്. ഈ 3 കാര്യങ്ങളാണ് ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ എന്നതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ആയതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസ്താവിപ്പാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ദൈവിക ജ്ഞാനം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഹൗ ഡു വി ഗെറ്റ് ദ നോളജ് ഓഫ് ഗോഡ്? എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുന്നത് എന്ന്. നമുക്ക് മാനുഷികമായ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്.
ദൈവം നമുക്ക് തരുന്നതായ വെളിപ്പാടാണ് ദൈവിക ജ്ഞാനം എന്നുള്ളത്. ആ വെളിപ്പാട് നമുക്ക് എങ്ങനെയാണ് പ്രാപിപ്പാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് അറിയാൻ കഴിയാത്തതായ ഒരു കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളിലും, ദൈവവചനത്തിൻ്റെ പല കാര്യങ്ങളിലും പല പ്രിയപ്പെട്ടവരും അജ്ഞരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് നാം ജ്ഞാനമുള്ളവരായി തീരുന്നത്. എങ്ങനെയാണ് ദൈവിക ജ്ഞാനം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ വചനം? ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയതായ ദൈവിക വെളിപ്പാടാണ് എന്തെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ദൈവം ലോകത്തിന് തന്നെത്താൻ വെളിപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് ഞാൻ പല കാര്യങ്ങൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിയിൽ കൂടെ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി, ചരിത്ര സംഭവങ്ങളിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാനിടയിൽ തീർന്നു, പ്രവാചകന്മാരിൽ കൂടെ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുവാനിടയിൽ തീർന്നു. ആയതുപോലെ അവസാനമായിട്ട് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയത് പുത്രനായ ക്രിസ്തുവിൽ കൂടെയാണ്. ആയതിനുശേഷം ഇപ്പോൾ നമുക്ക് ദൈവിക വെളിപ്പാട് ലഭിക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതപ്പെട്ടതായ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പാട് ലഭിച്ചു. എഴുതപ്പെട്ടതായ വചനത്തിൽ കൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ദൈവത്തെക്കുറിച്ചുള്ളതായ ജ്ഞാനം ലഭിക്കുന്നത്, ദൈവത്തെക്കുറിച്ചുള്ളതായ നോളജ്, അറിവ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം, ലോഗോസ് എന്നതായ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾക്കറിയാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നതായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ ലോഗോസ് അല്ലെങ്കിൽ വചനം എന്ന പദം ഉപയോഗിക്കാൻ കാരണമായി തീർന്നതെന്ന് അറിയാമോ? ലോഗോസ് എന്ന പദം ഉപയോഗിക്കാൻ കാരണമായി തീർന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ലൈറ്റ് എന്ന് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരു പദം ഉപയോഗിച്ചില്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളത് മനസ്സിലാക്കുമ്പോൾ ലോഗോസ് എന്ന പദം അഥവാ വചനം, വേഡ് എന്ന പദം ഉപയോഗിക്കാനുള്ളതായ 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലം. ആ യഹൂദ പശ്ചാത്തലം അവർ മനസ്സിലാക്കിയിരുന്ന 2 അക്ഷരികമായ ലോകമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലിരുന്നത്. ഒന്ന് യഹൂദ ലോകം അല്ലെങ്കിൽ യഹൂദ ജനം, രണ്ടാമത്തെ കാര്യം ആളുകൾ എന്ന് പറയുന്നത് യവനായ ആളുകൾ, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ആളുകളായിരുന്നു. അപ്പോൾ ഈ 2 ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോടും കൂടെയാണ് കർത്താവ് പലപ്പോഴും എന്ത് ചെയ്തത്? സംസാരിപ്പാനിടയായി തീർന്നു. അപ്പോൾ ഈ 2 ഗ്രൂപ്പിലുള്ള ആളുകളെക്കുറിച്ചും ഉള്ളതായ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിയാണ് യോഹന്നാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ? തൻ്റെതായ ലേഖനം എഴുതിയതും തൻ്റെ സുവിശേഷം എഴുതുവാനിടയായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ആ നിത്യതയെ വെളിപ്പെടുത്തുകയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? യോഹന്നാൻ ചെയ്തത്. അതുകൊണ്ട് യോഹന്നാൻ എഴുതുമ്പോൾ ആദ്യമായിട്ട് എഴുതുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ്. അപ്പോൾ ദൈവം ആദിയിൽ ആ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇൻ ദ ബിഗിനിങ് ദർ ഇസ് എ വേർഡ് വാസ് വിത്ത് ഗോഡ്. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. എന്താണ് ഈ വചനം? ഈ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ വചനം ജഡമെടുത്തു, അത് എന്ത് ചെയ്തു? നമ്മുടെ ഇടയിലേക്ക് ജഡത്തിൽ മാനിഫെസ്റ്റ് ചെയ്തു, വെളിപ്പെടുവാനിടയായി തീർന്നു. ആ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, 1:1 നമുക്ക് കാണാൻ കഴിയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം സകലത്തെയും എങ്ങനെയാ സൃഷ്ടിച്ചത്? തൻ്റെ വാക്കിനാൽ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? സകലതും ഉളവായത്. മനുഷ്യനെ സൃഷ്ടിച്ചതൊഴിച്ച് സകലത്തെയും ദൈവം സൃഷ്ടിച്ചത് ഉളവാകട്ടെ എന്ന് പറഞ്ഞതായ ആ വാക്കിനാലാണ്. അപ്പോൾ ആ വാക്കിൽ എന്ത് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സൃഷ്ടി നടക്കുവാനിടയിൽ തീർന്നു. അപ്പോൾ ആ കാഴ്ചപ്പാട്, ആ അറിവ് യഹൂദ ലോകത്തിനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്,
അവിടെയും ലോഗോസ് സൃഷ്ടി നടത്തുന്നതായ വചനത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് യഹൂദ ജനത്തിന്, യഹൂദന്മാർക്ക് ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ എന്തില്ലായിരുന്നു? പ്രയാസമില്ലായിരുന്നു. അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. ആയതുപോലെ തന്നെ ഈ വചനം ഒരു ഡിവൈൻ ഏജന്റ് ആയിരുന്നു. അതായത് ദൈവം, ഇൻവിസിബിൾ ആയിട്ടുള്ള ദൈവം, അദൃശ്യനായ ദൈവം മനുഷ്യനോട് ഇടപെട്ടതെല്ലാം എങ്ങനെയാണെന്നറിയാമോ? വചനത്തിൽ കൂടെയാണ്. ദൈവം മനുഷ്യന് പല സന്ദർഭങ്ങളിലും അങ്ങനെ അക്ഷരികമായി വെളിപ്പെട്ടിട്ടില്ല. പകരം ദൈവം അവരോട് സംസാരിക്കുക ചെയ്തത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് യഹൂദ ലോകത്തിന് വചനത്തെക്കുറിച്ച് അറിയാവുന്നത്, അല്ലെങ്കിൽ വചനം എന്ന ആ ലോഗോസിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഒന്നാമത്തെ അവരുടെ പശ്ചാത്തലം അവർ മനസ്സിലാക്കിയിരുന്നത് ദൈവം എന്ത് ചെയ്തു? തൻ്റെ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചു. രണ്ടാമത് ദൈവത്തിൻ്റെ കോൺവെർസേഷൻ, ദൈവത്തിൻ്റെതായ ഇടപെടൽ, ദൈവത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത്? അത് വോയിസ് ലഭിച്ചത് ആ ശബ്ദമായിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? അവരോട് ഇൻട്രാക്ട് ചെയ്തത്, അവരോട് ഇടപെടുവാനിടയിൽ തീർന്നു. അപ്പോൾ യഹൂദ ലോകത്തിന് ആ രണ്ട് കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം ദ വോയിസ് ഓഫ് ക്രിയേഷൻ, രണ്ടാമത്തേത് ദ ഡിവൈൻ ഏജന്റ്. ദ ലോഗോസ് വാസ് ദ വോയിസ് ഓഫ് ക്രിയേഷൻ, ദ ലോഗോസ് വാസ് ദ ഡിവൈൻ ഏജന്റ്. ഇനി ഗ്രീക്ക് ഫിലോസഫി പഠിക്കുമ്പോഴും എന്താണെന്നറിയാമോ? ലോഗോസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണ് അവരെന്ത് ചെയ്തത്? യവനായ ഫിലോസഫി അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് മനസ്സിലാക്കിയിരുന്നത് വചനത്തെ ഒരു വ്യക്തിയായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. നോട്ട് എ ഫോഴ്സ്. ഇതൊരു ശക്തിയായിട്ടല്ല, പകരം ഒരു വ്യക്തിയായിട്ടാണ് യവനായ ലോകം ആരെ മനസ്സിലാക്കിയിരുന്നെന്ന് അറിയാമോ? വചനത്തെ, സൃഷ്ടിതാവാം ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത്. Greek thinkers used logos to describe the invisible logic, order, and reason holding the universe together. A person, not a force. അപ്പോൾ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ഒരു വ്യക്തിയാലാണ്, കേവലം ഒരു ശക്തിയാലല്ല എന്നുള്ളതായ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നു. അപ്പോൾ യവനായ ലോകത്തിനും യഹൂദ ലോകത്തിനും എന്തു പരിചയമായിരുന്നു? വചനം, വേർഡ് എന്ന പദം പരിചിതമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ? തൻ്റെ എഴുത്തുകളിൽ എന്തെന്ന് ഉപയോഗിച്ചത്? ലോഗോസ് എന്ന പദം ഉപയോഗിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് യോഹന്നാൻ ലോഗോസ് എന്ന പദം ഉപയോഗിച്ചത് എന്നതായ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇനിയും നമ്മളുടെ ചിന്തയിലേക്ക് വരാം. ഞാൻ ഇവിടെ പറഞ്ഞത് ദൈവിക വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നതായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട് ലഭിക്കുന്നത്. ദൈവം ആരാണെന്നും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വചനത്തിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും ദൈവത്തിൻ്റെതായ സ്വഭാവം, ദൈവത്തിൻ്റെതായ ആ ക്യാരക്ടർ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെതായ ഇടപെടൽ എല്ലാം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? വചനത്തിൽ കൂടെയാണ്. വചനത്തിൽ കൂടെയാണ് നമുക്ക് ദൈവിക ഇടപെടലെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുളവായതാണ്. വചനം ദൈവത്തിൽ നിന്നുളവായതാണ്. ആയതുപോലെ തന്നെ ഈ വചനം ദൈവത്താൽ ഉളവാക്കപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, തൻ്റെ വചനത്താൽ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുവാനിടയിൽ തീർന്നു. ആ വചനത്തിന് സൃഷ്ടി നടത്തുവാനുള്ളതായ ശക്തി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഈ വചനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എന്തല്ല എന്നറിയാമോ? കേവലം ജീവൻ തരുന്നത് മാത്രമല്ല, ജീവിതം തരുന്നതാണ്. ഈ വചനം എന്ന് പറയുന്നത് ബൈബിൾ ഈസ് നോട്ട് ഓൺലി ദ ബുക്ക് ഓഫ് ലൈഫ്, ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് ലൈവ്സ്. ഇത് കേവലം ജീവൻ തരുന്നത് മാത്രമല്ല. ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് അറിയാമോ? ജീവനുള്ളതാണ്. എന്നാൽ ഇത് ജീവൻ തരുന്നത് മാത്രമല്ല, പകരം എന്താണെന്ന് അറിയാമോ? ജീവിതം തരുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പൂർണ്ണതയാണ് ഇതിനകത്ത്. ദൈവത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നു, ദൈവം ആരാണെന്ന് പറയുന്നു. ദൈവത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു നിർത്തുകയല്ല, പകരം എന്താ പറയുന്നത് അറിയാമോ? മനുഷ്യൻ്റെ ആകെ തുകയെ എടുത്തു കാണിക്കുന്നു. മനുഷ്യൻ്റെ പൂർണ്ണതയെക്കുറിച്ചുള്ളതായ കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയിൽ തീർന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു. ട്രൈക്കോട്ടമി, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാനിടയിൽ തീർന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തം എന്തായി തീർന്നെന്ന് അറിയോ? മനുഷ്യൻ
അപൂർണനായി തീർന്നു. പൂർണ്ണനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തി പൂർണ്ണനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപത്തിന്റെ ഫലമായി മനുഷ്യൻ എന്തായി തീർന്നു? അപൂർണനായി തീർന്നു. ജഡവും ബോഡിയും സോളും മനുഷ്യനെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തുവാനിടയിൽ തീർന്നു. ആത്മാവ് മനുഷ്യനിൽ നിന്ന് അകന്നു മാറുവാനിടയിൽ തീർന്നു, ഒരു സൈഡിലേക്ക് മാറുവാനിടയിൽ തീർന്നു. എന്നാൽ ഇത് മൂന്നും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യനായി ആരായി തീരുന്നതെന്ന് അറിയുമോ? പൂർണ്ണനായി തീരുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ പൂർണ്ണതയെക്കുറിച്ച്, എങ്ങനെ പൂർണ്ണത പ്രാപിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മാത്രമേ നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും എന്ത് ചെയ്യത്തുള്ളെന്നറിയാമോ? പണിയത്തുള്ളൂ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ. അപ്പോൾ നമ്മുടെ അപൂർണതയെ മാറ്റുന്നതാണ്, അപൂർണതയെ പരിഹരിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ആകത്തുകയെ മനസ്സിലാക്കുവാൻ കഴിയുന്നതായ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത് ഏതിൽ കൂടെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മാത്രമാണ്. നമ്മൾ കയ്യിൽ കൊണ്ട് കിടക്കുന്ന ഈ ദൈവത്തിന്റെ വചനത്തിന് എത്ര വലിപ്പമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്കിന്റെ വെയിറ്റോ അല്ലെങ്കിൽ ഇതിന്റെ അക്ഷരത്തിന്റെ വലിപ്പവും അല്ല, പകരം ദൈവത്തിന്റെ വ്യക്തമായ വെളിപ്പാടാണ് ഈ ദൈവത്തിന്റെ വചനം. ദൈവത്തോളം തന്നെ ഈ വചനത്തിന് എന്തുണ്ടെന്നറിയാമോ? ശക്തിയുണ്ട്, അതിന് ബലമുണ്ട്, ഇതിന് വിലയുണ്ട് എന്നതായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് യാതൊരു യുക്തിക്കോ ബുദ്ധിക്കോ യാതൊരു എഴുത്തുകൾക്കോ ഒരു കലാകാരനോ കഴിയുന്നതായ കാര്യമല്ല. പകരം മനുഷ്യനെ ദൈവിക പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതായ ഏക ഘടകം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം മാത്രമാണ്. ഈ വചനത്തിന് വളരെ പ്രത്യേകതകളുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയതുകൊണ്ട് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ കടയിൽ പോയൊരു ഗാഡ്ജറ്റ് വാങ്ങിയാൽ, ഏതെങ്കിലും ഒരു ഡിവൈസ് വാങ്ങിയാൽ അതിനൊരു മാനുവൽ ഉണ്ടല്ലേ, എങ്ങനെ ഉപയോഗിക്കണം എന്നതിന്. എന്നാൽ അപൂർണനായ മനുഷ്യൻ പൂർണ്ണനാകുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മാനുവലാണ് എന്തെന്ന് പറയുന്നത്? ഈ ദൈവത്തിന്റെ വചനം. ഇതിനകത്ത് എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ആരാണ്, ദൈവം നമ്മളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, ദൈവത്തിൻ്റെതായ പ്രവൃത്തി എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയായിരിക്കുന്നു, നമ്മളുടെ അപൂർണത എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി തരുന്നതായ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതായ കണ്ണാടിയാണ് ഈ വചനം. വചനത്തെ എന്തിനോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അറിയോ? ഉപമിച്ചിരിക്കുന്ന അറിയാമോ? കണ്ണാടിയോട്, ദർപ്പണത്തോട് ഉപമിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാൻ സാധിക്കും, ഒരു കണ്ണാടി നോക്കിയാൽ, നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ പല പ്രാവശ്യം കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ടാണ് വന്നത് ഇല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് അത് വെളിപ്പെടുത്തുന്നത് അറിയാമോ? നമ്മളുടെ ശരീരത്തിലോ മുഖത്തിലോ നമ്മുടെ ഡ്രസ്സിലോ ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് നോക്കി പരിഹരിക്കുവാൻ കഴിയുന്നത് എന്തിലാണ്? ഈ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ്. അപ്പോൾ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ അപൂർണതയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവിക വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞതെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ്. ഇനിയും ഈ വചനം നമുക്ക് എന്ത് തരുന്നു? ജീവൻ തരുന്നു, ജീവിതം തരുന്നു. ജീവൻ തരുന്നതും ജീവിതം തരുന്നതും ഈ ദൈവത്തിന്റെ വചനമാണ് എന്നുള്ളതായ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 4:12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നത് വരെ അതിനെ വിവേചിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തെ വിവേചിക്കുന്നതായ, ഡിസൈൻ ചെയ്യുന്നതായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കോൺഗ്രിഗേഷനിൽ ഒരു വ്യക്തി വന്നിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ആ വചനം ആ വ്യക്തിയുടെ പാപ സ്വഭാവത്തെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയിൽ തീരും. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അപൂർണത എന്താണെന്ന് വചനം സംസാരിക്കുമ്പോൾ, വചനത്തിൽ ഇടപെടുമ്പോൾ, വചനത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ എന്ത് ലഭിക്കുമെന്നറിയാമോ? ആ വ്യക്തിക്ക് ബോധ്യമാകുവാനിടയിൽ തീരും. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും എന്ത് ചെയ്യുന്നു? വിടുവിക്കും വരെ തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതായ ഒരു വാളാണ് എന്തെന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആ വചനം നമുക്ക് എന്ത് തരുന്നു? ജീവൻ തരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന് നമ്മുടേതായ ജീവിതത്തിലെ ഡിപ്രഷൻ മാറ്റുവാൻ കഴിയും. ഈ വചനത്തിന് നമുക്ക് എന്ത് തരുവാൻ കഴിയുമെന്നറിയാമോ? പ്രത്യാശ പകരുവാൻ കഴിയും, പുതുജീവൻ പകരുവാൻ കഴിയും, രോഗസൗഖ്യം നൽകുവാനിടയെ തീരും, നമ്മൾക്ക് പൂർണ്ണത നൽകുവാനിടയെ തീരും, നമ്മളെ ജീവിപ്പിക്കുവാനിടയെ തീരും. ഈ വചനത്തിന് പ്രത്യേകതയുണ്ട്. ഈ വചനം
കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ വാക്കിനാൽ എന്ത് ചെയ്തെന്നറിയാമോ? രോഗികൾ സൗഖ്യമായി. തൻ്റെ വാക്കിനാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയിൽ തീർന്നു. തൻ്റെ വാക്കിനാൽ ഈ അഖിലാണ്ടം അനുസരിക്കുവാനിടയിൽ തീർന്നു. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക. തിരയും കടലും എന്ത് ചെയ്തെന്നറിയാമോ? വാക്കിനെ അനുസരിക്കുവാനിടയിൽ തീർന്നു. അപ്പോൾ ഈ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഈ വചനത്തിന് ദൈവത്തോളം വലിപ്പവും ദൈവത്തോളവും ശക്തിയുമുണ്ട്. കേവലം മറ്റു പുസ്തകം കൊണ്ട് നടക്കുന്നത് പോലെ വായിക്കുന്നത് പോലെ അല്ല. നമ്മുടെ ഹൃദയത്തോട് സംസാരിപ്പാൻ, നമ്മുടെ അനുഭവത്തെ വെളിപ്പെടുത്തുവാൻ, നമ്മുടെ പോരായ്മകളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ഡിപ്രഷനെ മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ, നമ്മുടെ സങ്കടത്തെ മാറ്റുവാൻ, നമുക്ക് ജീവിതത്തിൽ ഉയർച്ച തരുവാൻ എല്ലാം കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം അത് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഈ ശക്തി പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഉണർവുണ്ടാകും. ഈ ഉണർവിൽ ആത്മശക്തി പ്രാപിക്കുവാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനാലാണ് ഈ വചനം എഴുതപ്പെട്ടത്. അതേ പരിശുദ്ധാത്മാവ് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ആ വചനം ശക്തിയായി നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ ഉണർത്തുന്നു. നമ്മളെ ഉണർത്തുമ്പോൾ നമ്മുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, വചനം എഴുതപ്പെട്ടതായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇമ്പാർട്ട് ചെയ്യുന്നു, നമ്മുടെ മേൽ വരുന്നു. ആ ശക്തിയാൽ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളും ആ വചനം ഉരുവിടുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്കും നമ്മളിൽ കൂടെയും വെളിപ്പെടും. പറഞ്ഞു മനസ്സിലാവുന്നു? ഈ വചനം പരിശുദ്ധാത്മാവിനാലാണ് എഴുതുന്നത്. അതേ പരിശുദ്ധാത്മാവാണ് ഇന്നും, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. അതേ പരിശുദ്ധാത്മാവിന് മാറ്റം വന്നോ? ഒരിക്കലുമില്ല. അതേ പരിശുദ്ധാത്മാവാണ് നമ്മളെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? എൻലൈറ്റ് ചെയ്യുന്നത്, നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. ആ പ്രകാശം നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ അത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഉണർവ് തരുന്നു, ശക്തി പകരുന്നു. ആ ശക്തി എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ വിശ്വസിക്കുന്നതായ, ഈ റിസൈറ്റ് ചെയ്യുന്നതായ ഈ വാക്യങ്ങൾ നമ്മൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉച്ചരിച്ചത് കൽപ്പിക്കുമ്പോൾ നമ്മിൽ കൂടെയും ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. യേശു കർത്താവിൻ്റെ വാക്കിൽ കൂടെ രോഗികൾ സൗഖ്യമായെങ്കിൽ നമ്മുടെ വാക്കിൽ കൂടെയും കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ നിങ്ങൾ ചെയ്യും. അപ്പോൾ അതേ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടാണ് കർത്താവ് പോയത്. പിതാവ് ഏൽപ്പിച്ചതായ കാര്യം പുത്രൻ ചെയ്തിട്ടാണ് പോയത്. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുകൂടെയാണ് പോയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോയത്. അത് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മാനുഷികമായ യുക്തിയോ ബുദ്ധിയോ കഴിവോ ഒന്നും സാധ്യമല്ല. അതിന് ദൈവം നമുക്ക് അഡ്വാൻസായിട്ട് എന്ത് തന്നെന്നറിയാമോ? തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നു. ആ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം നമ്മുടെ ഉള്ളത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ലഭിക്കുമെന്നറിയാമോ? ഒരു വലിയ എൻലാർജ്മെന്റ് ലഭിക്കും, ഒരു വലിയ വിശാലത നമ്മുടെ ഉള്ളത്തിൽ ലഭിക്കുവാനിടത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ ഒരു ഉണർവ് നമ്മുടെ ഉള്ളത്തിൽ ലഭിക്കുവാനിടയിൽ തീരും. നമ്മുടെ അശക്തി മാറിയിട്ട് നാം ശക്തന്മാരായി തീരും. ഒരുപക്ഷെ മനുഷ്യന്റെ മുൻപാകെ നമുക്ക് തന്നെ നമ്മൾ അശക്തരായി തോന്നിയേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നാം ശക്തരായി തീരും. അങ്ങനെ ആത്മശക്തിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ശത്രുവിനോട് കൽപ്പിക്കുമ്പോൾ അതങ്ങനെ തന്നെ സംഭവിപ്പാനിടയിൽ തീരും. ആ ശക്തി നമ്മുടെ മേൽ ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുക്കണം. അത് വചനം അനുസരിക്കുമ്പോഴാണ്, അത് വചനം റിസൈറ്റ് ചെയ്യുമ്പോഴാണ്, അത് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് എന്ത് ലഭിക്കുന്നതെന്നറിയാമോ? ആ വചനത്തിൻ്റെതായ ശക്തി നമ്മിൽ വെളിപ്പെടുന്നത്. അത് നമ്മിൽ ഓരോരുത്തരുടെ മേലും ദൈവം തന്നിട്ടുണ്ട്. അത് പ്രത്യേക ഒരു ഗണത്തിന് മാത്രം നൽകിയിരിക്കുന്നതല്ല. എല്ലാവരുടെ മേലും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. കർത്താവേ, ദൈവവചനത്തിൻ്റെ വെളിപ്പാട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിനല്ല എഴുതപ്പെട്ടത്. പരിശുദ്ധാത്മാവിനാൽ കർത്താവേ അതെനിക്ക് എന്ത് ചെയ്ത് തരണമേ? വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വെളിപ്പാട് ദൈവം നമുക്ക് എന്ത് തരുമെന്നറിയാമോ? ഞങ്ങൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തോട് സംസാരിപ്പാനിടയിൽ തീരും. നമ്മൾക്കറിയാൻ സാധിക്കും, മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഇത് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. മറ്റു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ലെ പല ആവർത്തി വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മാറ്റ് കുറഞ്ഞു, അതിൻ്റെ വില കുറഞ്ഞു, അതിൻ്റെ വാല്യൂ കുറഞ്ഞു, നമ്മളത് ഡസ്റ്റ്ബിന്നിലേക്ക് മാറ്റുക ചെയ്യുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് നാം വായിക്കും തോറും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇത് തേനിലും
തേൻകട്ടയിലും മാധുര്യമേറിയതാ. ഇത് പുതിയ പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ തരുവാനിടെ തീരും. പക്ഷെ നമ്മളിത് വായിക്കാതിരിപ്പാൻ, നമ്മളിത് മനസ്സിലാക്കാതിരിപ്പാൻ, നമ്മളിത് പഠിക്കാതിരിപ്പാൻ പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ പല കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഏകാഗ്രത തടസ്സമാക്കി പിശാച് നമ്മളെ അകറ്റി കൊണ്ടുപോകാനിടെ തീരും. നമ്മളിത് വായിച്ചാൽ സത്യം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ വായിച്ചാൽ നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ ഏറ്റെടുക്കുവാനിടെ തീരും. ഇത് നമ്മൾ വായിച്ചാൽ, അനുസരിച്ചാൽ ഇതിൽ കൂടെ ഉള്ളതായ ദൈവിക വിടുതൽ നമ്മൾ പ്രാപിപ്പാനിടയിൽ തീരും. അപ്പോൾ ദൈവിക വിടുതൽ നിങ്ങൾ പ്രാപിക്കരുത്, ദൈവശക്തി നിങ്ങൾ പ്രാപിക്കരുത് എന്നതാണ് പിശാച് ആഗ്രഹിക്കുന്ന കാര്യം. നിങ്ങളത് അനുസരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പദ്ധതി എല്ലാം പൊളിയും, അവൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. എന്നാൽ അവൻ്റെ പദ്ധതി വിജയിക്കണമെങ്കിൽ നിങ്ങൾ അവൻ്റെ ഗ്രൂപ്പിലാകണം. അപ്പോൾ മാത്രമേ അവൻ്റെ പദ്ധതി ജയിക്കത്തുള്ളൂ. മനുഷ്യൻ്റെ വീഴ്ച മുതൽ, ദൂതൻ്റെ വീഴ്ച മുതൽ അവൻ റിബല്യസാ. ആരോട്? ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രവൃത്തിയോടും എന്ത് ചെയ്യുന്നു എന്നറിയാമോ? ഇപ്പോഴും ആരായിട്ട് നിൽക്കുന്നു എന്നറിയാമോ? റിബല്യസ് മൈൻഡോടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയെ എങ്ങനെയും തകർക്കുക. അതൊരിക്കലും സാധ്യമാകത്തില്ല. എന്നാൽ അതിന് മനുഷ്യനെ അവൻ എന്ത് ചെയ്യുക? പല കാരണങ്ങളിൽ കൂടെ, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടെ, ജഡത്തിൻ്റെ ഇച്ഛകളിൽ കൂടെ മനുഷ്യനെ എന്ത് ചെയ്യുക? കൈയടക്കുക, അല്ലെങ്കിൽ കീഴടക്കുക. അവന് കീഴ്പ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവൻ്റെ ആളായി തീർന്നു. എന്നാൽ അവന് കീഴ്പ്പെടാതിരിക്കണമെങ്കിൽ നമ്മിൽ എന്ത് വേണമെന്നറിയാമോ? വചനത്തിൻ്റെ ശക്തി വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. വചനത്താലാണ് പിശാചിനെ എന്ത് ചെയ്തത്? കർത്താവ് എന്ത് ചെയ്യുക? അകറ്റി നിർത്തിയത്, പോകാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ ശക്തി നമ്മിൽ ഉണ്ടെങ്കിൽ ഒരു പൈശാചിക മണ്ഡലത്തിനും, ഒരു അന്ധകാര ശക്തിക്കും, ഒരു ജഡീയ ശക്തിക്കും നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? വചനത്തിൻ്റെ ശക്തിയാണ്, ദൈവവചനത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇനി 2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവനിശ്വാസ്യമായ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തിന്റെ വചനം എന്താണെന്ന് പറഞ്ഞത്? ദൈവത്താൽ ഉച്ഛ്വസിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായതാണ് ഈ ദൈവത്തിന്റെ വചനം. ആ വാക്യം 2 തീമോഥെയോസ് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ തിരുവെഴുത്തെല്ലാം എന്താണെന്നാ പറയുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ബൈ ഗോഡ് എന്ന അർത്ഥം. ദൈവത്താൽ പൂരിതമായതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതാണ് ഈ എല്ലാ തിരുവെഴുത്തും. മനസ്സിലാവുന്നു? ദൈവത്തിന്റെ തിരുവെഴുത്ത് മുഴുവൻ വെറുതെയുള്ള വാക്കുകളല്ല. നമ്മൾ ഒരുപക്ഷെ വായിക്കുമ്പോൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഈ ഭാഗം എഴുതി വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? ഇതുകൊണ്ടുള്ള ആവശ്യം എന്താണ്? ചിലപ്പോൾ ഉത്തമഗീതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം, മറ്റു ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? എല്ലാ തിരുവെഴുത്തും എന്താണ്? ദൈവത്താൽ പൂരിതമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതാണ്, പൂരിതമാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിൻ്റെതായ വചനമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉളവായതാണ്. ഇതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? രൂപാന്തരപ്പെടുത്തുന്നത്. ഇതാണ് നമുക്ക് പ്രത്യേകത തരുന്നത് എന്നാ പറയുന്നത്. ഇനി 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ്. അപ്പോൾ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നു. നോക്കിയേ അതിന്റെ പ്രത്യേകത, നോക്കിയേ വചനത്തിന്റെ പ്രത്യേകത നോക്കിയേ. ഇവിടെ പറയുന്നു, ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ സീഡ് എന്നാ പറയുന്നത്. നമ്മൾ മലയാളത്തിലേക്കാൾ ഒരു അല്പം ട്രാൻസ്ലേഷൻ വ്യത്യാസമുണ്ട്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് എ പെരിഷബിൾ സീഡ്. ഇതെന്തല്ല? നഷ്ടപ്പെട്ടു പോകുന്ന, ഈ മണ്ണിൽ ലയിച്ചു ചേരുന്നതായ, ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതായ, ഈ മണ്ണിൽ തീരുന്നതായ ഒരു വിത്തല്ല നമ്മുടെ ഉള്ളത്തിലേക്ക് പകർന്നിരിക്കുന്ന വചനം എന്നത് പറയുന്നത്. പിന്നെ എന്താണ്? ഇത് ജീവനുള്ളതാണ്, ഇത് നിലനിൽക്കുന്നതാണ്. എന്നുവരെ നിലനിൽക്കും? നിത്യത വരെ നിലനിൽക്കുന്നതാണ്. ഇത് ജീവനുള്ളതാണ്, ജീവൻ നൽകുന്നതാണ്, ഇത് നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. ജീവനുള്ളതും നിലനിൽക്കുന്നതും ദൈവവചനത്താലാണ് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത്. നോക്കിയേ, പത്രോസ് എഴുതിയത് ഇതൊരു സ്റ്റാക്ക് ആണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോസം ആണെന്നോ അല്ല എഴുതിയത്. പിന്നെന്താ പറഞ്ഞത്? ഇത് ഒരു വിത്താണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതൊരു കായാണെന്നല്ല പറഞ്ഞത്, ഇതൊരു പുഷ്പമാണെന്നല്ല പറഞ്ഞത്. ഇത് രണ്ടും എന്ത് ചെയ്യുമെന്നറിയാമോ?
നശിച്ചു പോകും. പക്ഷെ വചനം എന്ത് ചെയ്യത്തില്ല? നശിക്കത്തില്ല. ഈ വചനം ഫലം പുറപ്പെടുവിക്കും, വിത്തുകളെ നൽകും. മനസ്സിലാവുന്നോ? ഈ വചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ എന്ത് നൽകുമെന്നറിയാമോ? അത് ജെർമിനേറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? ഫലങ്ങൾ തരുന്നു. ആ ഫലങ്ങളിൽ നിന്ന് പിന്നെയും എന്ത് ചെയ്യുന്നു? വിത്തുകളെ തരുന്നു. അപ്പൊ ഇത് കണ്ടിന്യൂസ് പ്രോസസ് നടക്കുക. എന്താ? ഈ വചനത്താൽ. പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഈ വചനത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ദൈവിക വെളിപ്പാടിൽ നമുക്ക് എങ്ങനെയാണ് ദൈവിക വെളിപ്പാട് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നത്. ദൈവവചനത്തിൽ കൂടെ നമുക്ക് ദൈവിക വെളിപ്പാട് ലഭിക്കുന്നത്. ആ വചനത്തിന്റെ വെളിപ്പാട് എങ്ങനെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൽ ഇത്രയും ഒക്കെ പ്രത്യേകതയുണ്ട്. നോക്കിക്കേ, കെടുന്ന ബീജത്താലല്ല, ഇവിടെ പെരിശാകുന്നതായ, ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു വിത്തല്ല നമ്മൾക്ക് ജീവൻ തന്നത്. പിന്നെ എങ്ങനെയുള്ള വിത്താണ്? കെടാത്തത്, ഒരിക്കലും കെടാത്തത്, ആർക്കും കെടുത്തുവാൻ കഴിയാത്തതായ ഒരു വിത്ത്. അതാണ് എന്നെ ജീവിപ്പിച്ചത്, അതാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? കെട്ടുപോകുന്ന ഒരു വിത്തല്ല, ഇവിടെ തീരുന്നതായല്ല, പകരം പിന്നെയും ഫലം പുറപ്പെടുവിക്കുന്ന, വിത്തുകളെ നൽകുന്നതായ ഒരു ജീവനുള്ള നിത്യതയുടെ വചനമാണ് എന്നിൽ പകർന്നിരിക്കുന്നത്. ആ വചനത്തിൻ്റെ വാഹകനാണ് ഞാൻ, ആ വചനത്തിൻ്റെ വക്താവാണ് ഞാൻ എന്നുള്ളതായ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ വചനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, ഇത് ജീവൻ നൽകുന്നതാണ്, ജീവിതം നൽകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദ ബൈബിൾ ഈസ് എ പവർ ട്രാൻസ്മിറ്റിംഗ് ബുക്ക്. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. ഇതെന്ത് ചെയ്യുന്നു? പകരം എന്ത് ചെയ്യുന്നു അറിയാമോ? ഈ വചനം എന്ത് ചെയ്യുന്നു അറിയാമോ? ശക്തി എന്ത് ചെയ്യുന്നു? പകരുന്നു എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇരമ്യാവിൻ്റെ പുസ്തകം, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യം വായിക്കുമ്പോൾ ഇരമ്യാവിനോട് ദൈവം ചോദിക്കുക, നീ എന്താ കാണുന്നേ? ഇരമ്യാവ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബദാം വൃക്ഷത്തിന്റെ ബ്രാഞ്ച് കാണുക, അല്ലെങ്കിൽ അതിന്റെ ശാഖകൾ കാണുക എന്ന് പറഞ്ഞു. ദൈവം ഇരമ്യാവിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഇരമ്യാവേ, നീ എന്ത് കാണുന്നു? 5 യഹൂദ രാജാക്കന്മാർ മാറി മാറി ഭരിച്ചതായ ഒരു കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതായ പ്രവാചകനായിരുന്നു ആര്? ഇരമ്യാവ്. ഈ ഇരമ്യാവ് പ്രവാചകൻ വളരെ അറിയപ്പെടുന്ന കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാ. ഈ ഇരമ്യാവ് പലപ്പോഴും ചെന്ന് യഹൂദ ജനത്തോട് സംസാരിച്ചപ്പോഴും പ്രസംഗിച്ചപ്പോഴൊന്നും അവരെന്ത് ചെയ്യുന്നില്ലെന്നറിയാം, അവർ ഏറ്റെടുത്തില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ പ്രവാചകനോട് ദൈവം ചോദിക്കുക, ഇരമ്യാവേ, നീ എന്ത് കാണുന്നു? അപ്പൊ എന്താ ഇരമ്യാവ് പറയുന്നത്? ഞാനൊരു ബദാം കാണുന്നു. ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. അപ്പോൾ കർത്താവ് യഹോവയായ ദൈവം പറയാണ്, നീ കണ്ടത്, നീ പറഞ്ഞത് എന്താ? ശരിയാണ്. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചേ. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രതയോടായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനം ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നിൽ കൂടെ സംസാരിച്ച വചനം ഞാൻ എന്ത് ചെയ്യും? അത് നിവർത്തിക്കുന്ന ദൈവമാണ്. നീ സങ്കടപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട, നീ എന്ത് ചെയ്യണ്ട, നീ താളടിയാകുമെന്ന് വിചാരിക്കേണ്ട. ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ ഈ വചനം എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരമ്യാവ് നിരാശനായിരുന്നു. താൻ പ്രസംഗിച്ചത് ജനം ഏറ്റെടുക്കുന്നില്ല, തൻ്റെ ശുശ്രൂഷ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് താൻ നിരാശനും സങ്കടത്തിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദൈവം ഒരു വെളിപ്പാട് കൊടുത്തിട്ട് പറയുക, നീ എന്തോ കാണുന്നത്? ഒരു ബദാം വൃക്ഷം കാണുന്നു, ജാഗ്രത. ഞാൻ നിന്നോട് പറഞ്ഞ വചനം ഞാൻ എന്ത് ചെയ്യുന്ന ദൈവമാ? ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇരമ്യാവിൻ്റെ ജീവിതത്തിൽ സങ്കടം മാറിയോ ഇല്ലയോ? നിരാശ മാറിയോ ഇല്ലയോ? മാറി. കാരണം എന്താ? ദൈവം പറയുക, ഞാൻ നിന്നിൽ കൂടെ ഒരു വാക്ക്, അതാ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്ത് ചെയ്യത്തില്ല, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? അതിൻ്റെ പ്രവൃത്തി തികച്ചിട്ട് തന്നെ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വാക്യം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങിപ്പോകുകയില്ല. അയച്ചത് തികച്ചിട്ടേ മടങ്ങിപ്പോകുകയുള്ളൂ. തന്നെയുമല്ല, ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിപ്പാൻ, അത് ഫുൾഫിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. നിരാശയെ മാറ്റുവാൻ, സങ്കടത്തെ മാറ്റുവാൻ, കഷ്ടതയെ മാറ്റുവാൻ, വേദനയെ മാറ്റുവാൻ, ഒറ്റപ്പെടുത്തലിനെ മാറ്റുവാൻ, എല്ലാ നെഗറ്റീവ് ആസ്പെക്ട്സിനെ മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ദൈവം പറയുന്നു, ഞാൻ അതിനെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്?
ഈ പകൽക്കാലം ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ഓരോ നിമിഷത്തിലും നമ്മൾ ചിന്തിക്കണം, എന്നോട് പറഞ്ഞത് നിവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം കർത്താവ് ബെഥെസ്ദാ കുളക്കരയിൽ എത്തിയിട്ട് അവിടെ ചില വർഷങ്ങളായി കിടക്കുന്ന മനുഷ്യനോട് കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ കിടക്കയെടുത്ത് നടക്ക. കർത്താവ് എന്താ ചെയ്യുന്നത്? കമാൻഡ് കൊടുക്കുക, കൽപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ശുശ്രൂഷയിലെല്ലാം വചനം എന്ത് ചെയ്യുമായിരുന്നു? കർത്താവ് എന്ത് ചെയ്യുക? വചനം കൽപ്പിക്കുക ചെയ്തത്. ആദ്യമേ നമ്മൾ ചിന്തിച്ചു, വചനത്തിൽ കൂടെ എന്ത് നടന്നു? സൃഷ്ടി നടന്നു. വചനത്തിൽ കൂടെ ഹീലിംഗ് നടന്നു. വചനത്തിൽ കൂടെ എന്ത് ചെയ്തെന്നറിയാമോ? പുനർജീവൻ നൽകുവാനിടയിൽ തീർന്നു. റിസാസിറ്റേഷൻ, പുനർജീവൻ നൽകുവാനിടയിൽ തീർന്നു. വചനത്തിൽ കൂടെ വിടുതൽ നടക്കുവാനിടയിൽ തീർന്നു. അതേ വചനം പറയുകയാണ്, നിന്റെ കിടക്കയെടുക്കുക. 38 വർഷമായി കുളക്കരയിൽ കിടക്ക്, ആരാലും സൗഖ്യം കൊടുക്കുവാൻ കഴിയാതെ നിരാശയാറ്റ് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ആരും കടന്നു ചെല്ലാതിരിക്കുമ്പോൾ യേശു കർത്താവ് കടന്നു ചെന്നിട്ട് അവനോട് പറയുക, ആ ശബ്ദം അവൻ്റെ നേർവുകൾ എന്ത് ചെയ്തു? വ്യാപരിപ്പാനിടയിൽ തീർന്നു. ഈ ഉടമസ്ഥൻ്റെ ശബ്ദം, ഈ സൃഷ്ടിതാവിൻ്റെ ശബ്ദം ഈ മനുഷ്യൻ്റെ 38 വർഷം കിടന്നതായ ഈ മനുഷ്യൻ്റെ നാഡീ ഞരമ്പിൽ വ്യാപരിപ്പാനിടയിൽ തീർന്നു. ഇവൻ്റെ ബ്രെയിനിൽ അത് വ്യാപരിപ്പാനിടയിൽ തീർന്നു. നോക്കിക്കേ, ഈ ശബ്ദത്തിന് പ്രത്യേകതയുണ്ടോ എന്നാ ഞാൻ പറയുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഇത് നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നോട് കൽപ്പിച്ചത് നിവർത്തിക്കുന്ന ദൈവമാണ്. ബി അലേർട്ട്, നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അപ്പോൾ നമ്മളോടും പറയുന്നു, ബി അലേർട്ട്, ഇത് കൽപ്പിച്ച ദൈവം നിവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. കർത്താവ് പറയാ, ഗെറ്റ് അപ്പ് ആൻഡ് റെഡി. നീ എന്ത് ചെയ്യുക? നീ എഴുന്നേൽക്ക്, നിന്റെ കിടക്കയെടുത്ത് എന്ത് ചെയ്യുക? നടക്ക്. ആ ശബ്ദം, കർത്താവ് മറ്റൊന്നും ചെയ്തില്ല, അവനെ തൊട്ടില്ല, അവനെ കൈവച്ചില്ല, ഒന്നും ചെയ്തില്ല. നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ശബ്ദത്തിൽ അവൻ്റെ നാഡിയും ഞരമ്പുകൾ എന്ത് ചെയ്തെന്നറിയാമോ? ഉറയ്ക്കുവാനിടയെ തീർന്നു. ബലം അവൻ്റെ നരിയാണികളിൽ ഉണ്ടാകുവാനിടയെ തീർന്നു. അവൻ്റെ തലച്ചോറിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, വചനത്തിൻ്റെ സൃഷ്ടി നടത്തുവാനിടയെ തീർന്നു. അവൻ്റെ പഴയകാല അനുഭവങ്ങളെല്ലാം അവൻ മറന്നു. ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് സ്വർഗം അവനെ കൈപിടിച്ച് ഉയർത്തുവാനിടയെ തീർന്നു. ഇതുവരെ മറ്റുള്ളവരുടെ സഹായത്താൽ, പരസഹായത്താലാണ് അവൻ നടന്നതെങ്കിൽ ഇന്നു മുതൽ ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്തപ്പോൾ അവൻ പരസഹായം കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ചലിക്കുവാനിടയെ തീർന്നു. ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാറയോട് ദൈവം പറയുകയാണ്, ഞാൻ സകല ജഡത്തിൻ്റെയും എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇരമ്യാവിനോട് പറഞ്ഞത്, ഞാൻ സകല ജഡത്തിൻ്റെയും എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ബയോളജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതായ, ഒരു സാധ്യതയ്ക്കും വകുപ്പില്ലാത്തതായ സാറയുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ചെന്ന് പറഞ്ഞിട്ട് പറയുക, എന്താ പറഞ്ഞത്? എനിക്ക് കഴിയാത്ത. ഇത് കേട്ട ഉടനെ മാനുഷികമായിട്ട് അമ്മച്ചി ചിരിച്ചു. പക്ഷേ ദൈവത്തിന് അസാധ്യമാവുന്നുമില്ല. മാനുഷികമായി നോക്കുമ്പോൾ പോസിബിലിറ്റീസ് ഒന്നും നമ്മുടെ മുമ്പിലില്ലായിരിക്കാം. എന്നാൽ ദൈവം സാധ്യതകളുടെ ദൈവമാണ്. വചനത്തിൽ സാധ്യതകളുണ്ട്. അതാരാഞ്ഞ് അന്വേഷിക്കുന്നവർക്ക് ആ സാധ്യതകൾ ലഭിക്കും, വിടുതൽ ലഭിക്കുവാനിടയെ തീരും. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വചനം ഒരിക്കലും വെറുതെ മടങ്ങിച്ചെല്ലത്തില്ല. ഇതയച്ച ദൈവം അതിൻ്റെ കാര്യം നിവർത്തിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ മടങ്ങിച്ചെല്ലത്തുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, വേർ ദ ബൈബിൾ പ്രോമിസ് പവർ, വി ക്യാൻ ഹാവ് ദ പവർ. ഈ ദൈവത്തിൻ്റെ വചനം ശക്തി പകരും എന്ന് പവർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2 കാര്യമോ പറഞ്ഞത്. ഇനിയും സമയം വേണ്ടി വരും, അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് ജീവൻ തരുന്നു, ജീവിതം തരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതെന്ത് ചെയ്യുന്നറിയാമോ? പവർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമ്മിലേക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് എന്ത് ചെയ്യുന്നു? പകർന്നു തരുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇത് നമുക്ക് ശക്തി എന്ത് ചെയ്തിട്ടുണ്ട്? വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ശക്തി നൽകും. സമാധാനം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? സമാധാനം നൽകും. നമുക്ക് പുതുമ അല്ലെങ്കിൽ ഫ്രഷ്നെസ് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൽകും. കംഫോർട്ട് നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൽകുവാനിടയിൽ തീരും. ആയതുപോലെ ക്ലെൻസിങ് അല്ലെങ്കിൽ ശുദ്ധീകരണം
പാപത്തിൽ നിന്നുള്ള വിടുതല് ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് വചനത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നൽകുവാനിടയിൽ തീരും. ആയതുപോലെ വിസ്ഡം, ഗൈഡൻസ്, ഇവയെല്ലാം നമുക്ക് വാഗ്ദത്തം ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് വചനത്തിൽ. അതെല്ലാം നമുക്കുള്ളതാണ്. സ്ട്രെങ്ത്, ശക്തി നമുക്കുള്ളതാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഇവിടെ ഇരിക്കുന്നു. 119 സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ ആ 119 സങ്കീർത്തൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ 119 സങ്കീർത്തനം അറിയപ്പെടുന്നത് ദ സാം ഓഫ് വേർഡ്, വചനത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതകളാണ് എന്ത് ചെയ്തതെന്ന് അറിയാമോ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് എന്നുള്ള കാര്യം ഞാൻ വേഗത്തിൽ ഒന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്നത് ബൈബിൾ ഈസ് ക്ലെൻസിങ് ഏജന്റ്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് നമ്മെ ശുദ്ധീകരിക്കുന്നത്, വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതായ ഒരു ഏജന്റാണ്. എനിക്ക് വിവരിക്കാൻ സമയമില്ല. 9-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 37-ാം വാക്യം, 59-ാം വാക്യം, 67-ാം വാക്യം, ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് എന്താണെന്ന് അറിയൂ? വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ദ വേർഡ് ഈസ് എ സാറ്റിസ്ഫൈയിങ് വേർഡ്. ദ ബൈബിൾ ഈസ് ദ സാറ്റിസ്ഫൈങ്, നമ്മളെ എന്ത് ചെയ്യുന്നു? സംതൃപ്തിപ്പെടുത്തുന്നതാണ്. 14, 24, 35, 47 വാക്യങ്ങൾ. ഈ അടുത്ത കാര്യം എന്ന് പറയുന്നത് ദ ബൈബിൾ ഈസ് റിന്യൂവിങ് ഫോഴ്സ്. ഇത് നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മിൽ പുതുക്കം തരുന്നു, പുതിയ ശക്തി തരുന്നു എന്ന് പറയുന്നത്. ബൈബിൾ ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അസ് ആൻഡ് ഗോഡ്. നാമും ദൈവവും തമ്മിലുള്ളതായ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന, ആശയവിനിമയം നടത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. അടുത്ത കാര്യം പറയുന്നത് ബൈബിൾ ഇമ്പാർട്ട് സ്ട്രെങ്ത്. ഞാനത് പറഞ്ഞു. ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? വചനത്തിൽ കൂടെ തൻ്റെ ശക്തി പകർന്നു തരുന്നു. ബൈബിൾ കോസസ് ദ ഹാർട്ട് ടു എൻലാർജ്. നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇടുങ്ങിയ ചിന്തകളൊക്കെ മാറി വിശാലത വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ് എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത കാര്യം പറയുന്നു ദ ബൈബിൾ ഫ്രീസ് അസ്. നമ്മളെ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രരാക്കുന്നു എന്നാ പറയുന്നത്. ബൈബിൾ പ്രൊട്ടക്റ്റ് അസ്. നമ്മളെ എന്ത് ചെയ്യുന്നു? 41, 42, 114, 133, 134 വാക്യങ്ങൾ ഇത് കാണുവാൻ കഴിയുന്നു. ഈ വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നമ്മെ ശത്രു തൊടാതെ വണ്ണം വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ഇറ്റ് ബിൽഡ് കോൺഫിഡൻസ്. ഇത് നമ്മിൽ എന്ത് ചെയ്യുന്നു? ആത്മധൈര്യം വളർത്തുന്നു, ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നു. ദ ബൈബിൾ സപ്ലൈസ് കംഫോർട്ട്. നമ്മളിൽ എന്ത് ചെയ്യുന്നു അറിയാമോ? വചനം നമുക്ക് എന്ത് ചെയ്യുന്നു? ആശ്വാസം നൽകുന്നു. ദ ബൈബിൾ റിന്യൂസ് ആൻഡ് സസ്റ്റെയിൻ ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പുതുക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം. ഞാൻ വേഗത്തിൽ ശരം പോലെ പറയുന്നത് സമയത്തിൻ്റെ അഭാവം കൊണ്ടാണ്. ഇതൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ വിശദീകരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരും. വീട്ടിൽ ചെന്ന് മനസ്സിരുത്തി 119 സങ്കീർത്തനം വായിക്കും. ദ ബൈബിൾ റിന്യൂസ് ആൻഡ് സസ്റ്റെയിൻ ലൈഫ്. ദ ബൈബിൾ ഇമ്പാർട്ട് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഈ വചനം എന്ത് ചെയ്യുന്നു അറിയാമോ? നമുക്ക് സ്വർഗീയ ജ്ഞാനം തരുന്നു, അറിവ് നൽകുന്നു എന്നാണ് കഴിയുന്നു. ബൈബിൾ അഷ്വേഴ്സ് അസ് ഓഫ് പർപ്പസ് ഓഫ് ലിവിങ്. നാം ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ വചനം നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാമോ? അറിവ് നൽകുന്നു. 65-ാം വാക്യം, 66-ാം വാക്യം, ഇവയാണ് ദൈവവചനത്തിൻ്റെതായ പ്രത്യേകതകൾ. അനവധി കാര്യങ്ങളുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.